അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പം മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് ടൈം നോ സീ. ഞാൻ കഴിഞ്ഞ മാസം 28-ാം തീയതി, അതായത് ഫെബ്രുവരി 28-ാം തീയതി നാട്ടിലെത്തിയാണ്. എൻ്റെ നാനോ കാറ് ഞാൻ സർവീസിന് കൊടുത്തതാണ്. അപ്പോൾ അത് പോയി എടുത്തു വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വൈഫിൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്, ആ സൈക്കിൾ എടുത്ത് പോയിട്ട് കാർ എടുത്ത് വരാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ ടയറ് സ്ലോ പങ്ക്ചർ. അപ്പോൾ ഞാൻ ഒരു ദിവസം റൈഡ് ചെയ്ത് പിറ്റേന്നൊക്കെ നോക്കുമ്പോൾ കാറ്റ് കുറവുണ്ട്. വെറുതെ റിസ്ക് എടുക്കണ്ട, എൻ്റെ അടുത്ത് മാക്സിസിൻ്റെ ഒരു ട്യൂബ് ഉണ്ട്. അപ്പോൾ ട്യൂബ് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് നേരെ കാർ എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കഥകളൊക്കെ പറഞ്ഞുതരാം. ആക്ച്വലി ഇത് കറക്റ്റ് സൈസ് ട്യൂബ് ഒന്നല്ല, ടയർ 35 ആണ്. ഞാൻ ഇപ്പോൾ ഇട്ട് ട്യൂബ് 32 ആണ്. കാര്യം നടക്കും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഞാൻ വന്നില്ല, എത്തിയില്ല, ഞാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു ധൈര്യത്തിന് ഈ സ്ലോ പങ്ക്ചറുള്ള ട്യൂബില്ലേ, അത് ഇതിൻ്റെ അകത്ത് വെക്കാം. നമുക്ക് പോകുന്ന വഴിക്ക് വലിയ പഞ്ചർ എന്തെങ്കിലും കുടുങ്ങിയാൽ തൽക്കാലം ഈ ട്യൂബ് ഇട്ടിട്ട് തിരികെ വീട്ടിലെത്താൻ പറ്റും നമുക്ക്. ഓക്കെ, ആ ഒരു ധൈര്യത്തിന്. ഇപ്പം സൈക്കിളിലാണ് പോണേ, ഈ സൈക്കിൾ എടുത്തിട്ടാണ് പോണേ. ഹെൽമെറ്റ് ഇട്ടില്ല, ചിലപ്പോൾ ആക്സിഡൻ്റ് ആയ തല പൊട്ടി പോകില്ലേ. ട്യൂബ് പുറത്തേക്ക് ചാടി വരുന്നു. ട്യൂബില്ലേ, ട്യൂബുണ്ട്, പുറത്തേക്ക് ചാടി വരുന്നു. എന്താ ചെയ്യല്ലേ? ഇത് ആക്ച്വൽ ട്യൂബ് അല്ല, ഇതിൻ്റെ സൈസ്. ഈ സൈക്കിളാ, ഈ സൈക്കിള് വിറ്റാൽ പിന്നെ വേറെ സൈക്കിളില്ല നമുക്ക് ഇവിടെ ചവിട്ടാൻ. ഇപ്പൻ്റെ സൈക്കിൾ ദുബായിലായി പോയില്ലേ. ഇപ്പൻ്റെ സൈക്കിള് അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ട് ഇത് വിറ്റാളാം. നമ്മൾ എന്തായാലും സൈക്കിൾ ചവിട്ടല്ല. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നില്ല, എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയക്കാൻ പറ്റായിട്ടല്ലേ. എയർപോർട്ടിൽ ഒരു എക്സ്ട്രാ ഫീസ് ഒരുപാട് പറഞ്ഞ് ഞാൻ പിന്നെ വേണ്ട പറഞ്ഞു. ശരിയില്ല, ഞാൻ കുറേ പ്ലീസൊക്കെ പറഞ്ഞു നോക്കി. ഒരു കാരണം എത്രയോ ചാർജ് വേണമെന്ന്, പൈസ ആവുമെന്ന്. ലോകത്തുള്ള എല്ലാ രാജ്യത്തും സൈക്കിൾ ഫ്രണ്ട്ലിയാണ്. നമ്മൾ സൈക്കിൾ കൊണ്ടുവരാനും ഒക്കെ ഈസിയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് മാത്രം നമ്മളൊരു സൈക്കിൾ കൊണ്ടുവരണമെങ്കിൽ 100 ചുറകളാണ്, നൂലാമാലകൾ, കസ്റ്റംസ് ഡ്യൂട്ടി, അത് ഇത്. നമ്മൾ അതിനകത്ത് പൈസ ഒന്നും ഇല്ലല്ലോ. അതല്ല നമ്മൾ സൈക്കിളിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ റോൾസ് റോയ്സിൽ യാത്ര ചെയ്യൂലേ. ആടോ,
ആ എന്താ ചെയ്യാ, നല്ല സൈക്കിൾ നമുക്ക് കൊടുത്തയക്കണം എങ്ങനെയെങ്കിലും. ഇൻഷാ അല്ലാ നമുക്ക് കാർഗോ അയക്കാം. അല്ലെങ്കിൽ നമ്മളെ കാറാണ്. നമുക്ക് ദുബായിൽ കാറില്ലല്ലോ, നമുക്ക് പക്ഷെ ഇവിടെ കാറുണ്ട്, ഇന്ത്യയിൽ കാറുണ്ട്. ആ ഫാത്തിമ ഉണ്ടാകുന്നതിന് മുമ്പ് ഇപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ ബ്രേക്ക് പാഡ് ഒരയുന്നുണ്ട്, അതുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്. ആ ഇത് ആയിഷൻ്റെ സൈക്കിൾ ഇതാ അവിടെ ഉണ്ട്. ഇതൊക്കെ ഇത് ആയിഷൻ്റെ സൈക്കിളായിരുന്നു. ഇത് നമുക്ക് നന്നാക്കി എടുക്കണ്ടേ. ആയിഷ ബാലൻസിങ് പഠിച്ച വീഡിയോ ഇട്ട സൈക്കിളാണ് അത്. 1,00,000 വ്യൂസൊക്കെ കയറിയ സൈക്കിളാണ് യൂട്യൂബിൽ. ആ എനിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ആ സൈക്കിൾ നമുക്ക് നന്നാക്കിയിട്ടാ. നീ വേറെ പുതിയ സൈക്കിൾ മേടിക്കണ്ടല്ലോ, ആ സൈക്കിൾ പോരാ എനിക്ക്. സൈക്കിൾ മതിയല്ലേ? ഗുഡ് ഗേൾ. ഇതിപ്പോൾ എൻ്റെ ഈ ടൂള് ഇപ്പം എൻ്റെ ബോക്സ് കൊണ്ടുപോയി വെക്കുമോ ഡൈനിങ് ഹാളിലെ? എന്നാൽ ഇപ്പം നമുക്ക് പോയി കാർ എടുത്ത് വരാം. ബൈ, സി യു, അസ്സലാമു അലൈക്കും. ഓക്കെ. ഫുള്ള് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നോമ്പ് നോറ്റിട്ട് ഈ വെയിലത്ത് റൈഡ് ചെയ്യാൻ അത്ര സുഖമുള്ള പരിപാടി അല്ല കേട്ടോ. ഞാൻ ആക്ച്വലി പന്തിരങ്കാവ് ടാറ്റ മോട്ടോർ ഷോറൂമിലാണ് സർവീസിന് കൊടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുന്നമംഗലം എത്തിയപ്പോഴേക്കിന് ഏകദേശം അണ്ണാക്ക് പറ്റിയിട്ടുണ്ട് നോമ്പ് നോറ്റ കാരണം. ഇനി നമുക്ക് പെരിങ്ങോളം കുറ്റിക്കാട്ടൂരൊക്കെ കഴിഞ്ഞിട്ട് പന്തിരങ്കാവ് എത്തണം. അപ്പോൾ എന്താ അറിയോ, ഞാൻ അധികം സംസാരിക്കുന്നില്ല, നേരെ പോയിട്ട് നമുക്ക് വണ്ടി എടുത്ത് തിരിച്ചു വരുമ്പോൾ നല്ലോണം AC ഒക്കെ ഇട്ടിരുന്ന് സംസാരിച്ച് വരാം. ഓക്കെ. വെച്ചാലും എടുത്തുണ്ടോലോ വിചാരിക്കല്ലേ. സർവീസിന് കൊടുത്തേ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ
അതെ വണ്ടി നമ്പർ ക്യൂ ആണോ? ഓ ക്യൂ അല്ല, അതെ നാനോ അല്ലേ? അതെ അതെ ഇരിക്കും, ഞാൻ വിളിക്കാം. ഓക്കെ. നമ്മളെ വണ്ടി ഫുള്ള് പണി അയച്ച് നിർത്തിയിട്ടുണ്ട്. അർജൻറ്റായിട്ട് പെട്രോൾ അടിക്കണം ഗൈസ്. ഒരു മിനിറ്റ്, സൈക്കിൾ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ. ആ ഓ ആ സൈക്കിൾ ആരും എടുത്തു കൊണ്ടുപോയില്ല ഗൈസ്. ഇത് സാധാ സൈക്കിളാ, സ്പോർട്സ് സൈക്കിള്. ബൈക്ക് എടുത്ത് വരാണെങ്കിൽ ഒരാൾ വേണ്ട ഒപ്പം. സ്റ്റിയറിംഗ് ഒക്കെ പഴം പോലെ ഇരിക്കുന്നുണ്ട്. എന്താ അറിയില്ല, വാപ്പൻ്റെ വാഗണർ ഓടിച്ച് പിന്നെ അത് ഓടിച്ചിട്ടാണോ എന്ന് അറിയില്ല. ഒരുപാട് പണികളുണ്ടായിരുന്നു. ഒന്ന് ഇതിൻ്റെ ആക്സിലിൻ്റെ ബൂട്ട് അഴിഞ്ഞു പോയിട്ട് ആ ബൂട്ടിൻ്റെ അകത്ത് ചളിയും മണ്ണൊക്കെ കയറി ആക്സിലിൻ്റെ ബെയറിംഗ് ഒക്കെ പണിയായിപ്പോയി. അത് കഴിഞ്ഞ് അതിനാ ഞാൻ കണ്ടിട്ട് കാര്യം മുഖത്ത് നോക്കി പറയാൻ. ഈ നിമിഷം പെട്രോൾ തീരിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് ഞാൻ ബില്ല് കാണിച്ചു തരാം, ഞെട്ടിക്കുന്നൊരു ബില്ല് കാണിച്ചു തരാം. സാധാരണ നാനോ കാർ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ കാറാന്ന് പറയല്ലേ. ഞാൻ ഈ കാർ എടുക്കുമ്പോൾ 3,40,000 രൂപ ആയിരിക്കണം, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അതിൽ തന്നെ ഇപ്പം ഞാൻ സർവീസിന് കൊടുത്തപ്പോൾ ആയ ബില്ല് കാണിച്ചേ. ക്യാമറ തന്നെ ബോധം കിട്ടും, ബാക്കോട്ട് വീണ്. 32,686 ഏകദേശം. അതായത് 32,000-35,000 റുപ്യ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇറങ്ങിയ നാനോ അല്ലേ, അതിൻ്റെ യൂസ്ഡ് കിട്ടും. ഇത് ലാസ്റ്റ് ഇറങ്ങിയ ജെൻ എക്സ് മോഡലാണ്. അതിൽ എന്തൊക്കെ റീപ്ലേസ് അറിയാം. ഇപ്പോൾ റീപ്ലേസ് ഈ ആൻറ്റിന മാറ്റിയതാട്ടോ, ഈ പുതിയ ആൻറ്റിനാണ്. എഫ് നമുക്ക് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഇത് കണ്ടോ, ഇത് ആക്സിൽ, ഇതിൻ്റെ പുറകിൽ, ഇതിൻ്റെ എൻജിൻ പുറകിലാണ്, അതിൻ്റെ റിയർ വീൽ ഡ്രൈവുമാണ്. അപ്പോൾ പുറകിലെ ആക്സിൽ റീപ്ലേസ് ചെയ്ത്, ആക്സിൽ ഞാൻ പറഞ്ഞില്ല, ബൂട്ട് മാറി, ബൂട്ട് അഴിഞ്ഞ് വീണിട്ട് അതിൻ്റെ ബ്രേക്ക് പാഡ് ബ്രേക്ക് ഷൂ ഒക്കെ മാറി. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന
കണ്ടൻസറിൻ്റെ ഫാന്, അതായത് AC കണ്ടൻസറിൻ്റെ ഫാന്. ഇതിന് ഏകദേശം 3000 റുപ്യ റേഞ്ച് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഗിയർ ബോക്സിൻ്റെ അതായത് ക്ലച്ച് ഡിസ്കാണ്. ക്ലച്ച് ഡിസ്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സിന് എന്തോ നട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. അതായത് ഗിയർ ബോക്സ് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നാനോ എന്ന് പറഞ്ഞാൽ അത്ര വില കുറഞ്ഞ വണ്ടിയല്ല, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു സൈക്കിള്, വൈഫിൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് സുഖസുന്ദരമായിട്ട് വേറെ ആരെയും ഹെൽപ്പില്ലാതെ പോയി സർവീസിന് കൊടുത്ത കാറ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. ഇതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ നോമ്പ് മുറിക്കേണ്ടി വരുമെന്നൊക്കെ തോന്നിയിരുന്നു, പക്ഷേ എൻ്റെ കാറായതെന്ന് പറയല്ല, നാനോൻ്റെ ഉള്ളിൽ AC വളരെ ചിൽഡാണ്. AC കുറച്ച് സമയം ഇരുന്നപ്പോൾ എല്ലാം ഒന്ന് തണുത്തൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ഏകദേശം 5 മണിയായി, 1.5 മണിക്കൂറേ ഉള്ളൂ നോമ്പ് തുറക്കാൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു. താങ്ക് യു. ബൈ. മഴ ഞാറുന്നുണ്ട്. ബൈ.